കേരളത്തെ നടുക്കിയ കരിപ്പൂർ വിമാന ദുരന്തത്തിന് ഇന്ന് 6 വർഷം. 21 പേർ മരിച്ച നാടിനെയാകെ കണ്ണീരണിയിച്ച ആ ദുരന്ത രാത്രിയുടെ ഓർമ്മകൾ 6 ആണ്ട് പിന്നിടുമ്പോഴും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കനത്ത മഴയും കോവിഡും ഭീതിയും വകവയ്ക്കാതെ ജീവൻ പണയം വെച്ചാണ് ഒരു കൂട്ടം സാധാരണക്കാർ അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ദുരന്തമുണ്ടായ സ്ഥലമാണിത്. ദുരന്തം പിന്നിട്ട് 6 വർഷം കഴിയുമ്പോഴും അതിന്റെ നടുക്കുന്ന ഓർമ്മകളുണ്ട് ഇപ്പോഴും നാട്ടുകാർക്ക്. 2020 ഓഗസ്റ്റ് 7 പെയ്തൊഴിയാത്ത കനത്ത മഴയും കോവിഡ് ഭീതിയുടെ നിഴലും വീണ ഒരു രാത്രിയിലാണ് ഈ നാട്ടുകാർക്ക് കണ്ടുപരിചയമില്ലാത്ത ആ അപകടം കൺമുന്നിലെത്തിയത്. അന്ന് വൈകുന്നേരം ഒരു മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം ഇവിടെ ഈ ബെഞ്ചിലിരുന്ന് കണ്ട് ഞാൻ ഖുർആൻ ഓതിയതിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പെയ്തപ്പം ഇങ്ങനെ നല്ലൊരു സൗണ്ട് ഉണ്ട് കേൾക്കേണ്ടത്. ആദ്യം ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് വന്നാണ്ട് പിന്നെ ഒന്നായിട്ടുണ്ട് ചാടുന്ന സൗണ്ടാണ് കേട്ടോ. അതിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ നല്ല മഴയാണ്, എന്താണെന്ന് ശരിക്കും കാണാനും പറ്റൂല. ഇതുണ്ട്. അപ്പം അങ്ങോട്ട് നോക്കിയപ്പം പ്ലെയിൻ ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞ് ഇവിടൊക്കെ കുലുങ്ങി ആ വീഴ്ചയിൽ. ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് നിയന്ത്രണം വിട്ട് പതിച്ചത് 30 അടി താഴ്ചയിലേക്ക്. വിമാനം 3 പിളർന്ന അപകടത്തിൽ 2 പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേർക്ക് ജീവൻ നഷ്ടമായി. 190 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനത്തിലെ ഭൂരിഭാഗം പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. മറക്കാനാവില്ല സമീപവാസിയായ ജുനൈദിനും സുഹൃത്തുക്കൾക്കും ആ രാത്രി. ശബ്ദം കേട്ട് ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് ഇറങ്ങി വന്ന സമയത്ത് കാണുന്നത് വീണ് കിടക്കുന്നതാണ്. ആളുകൾ കൂട്ടക്കരച്ചിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അന്ന് കോവിഡ് ആണോ ഇതാണെന്ന്, നമുക്ക് ആളുകളുടെ ജീവന്റെ വിലയാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പിന്നെ നടന്നത് വിവരിക്കാൻ കഴിയാത്ത സംഭവമാണ്. കാരണം എവിടെ നിന്നൊക്കെ ആളുകൾ എത്തിയത്, എങ്ങനെയൊക്കെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്, ഒരുപാട് കാര്യങ്ങൾ. കാരണം വലിയ വലിയ ലക്ഷറി വാഹനങ്ങൾ വരുന്നു, അതിലെ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. കൊണ്ടോട്ടിയിലെ 2 ഹോസ്പിറ്റലിൽ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്ക് ആളുകൾ അടുത്ത ആംബുലൻസ് സംവിധാനങ്ങൾ ഒരുക്കി കോഴിക്കോടേക്ക്, പെരിന്തൽമണ്ണയ്ക്ക് ഡോക്ടേഴ്സ് വരുന്നു. ഓരോ സംഗതികൾ, പരിക്കുകൾ പരിശോധിക്കുന്നു. ഇത് മിംസിലേക്ക്, ഇത് മെഡിക്കൽ കോളേജിലേക്ക്, അങ്ങനെയുള്ള ഒരു സംഭവം. അപകടം നടന്ന് 6 വർഷം പൂർത്തിയാകുമ്പോഴും അന്ന് രക്ഷാകരങ്ങളായി എത്തിയ സാധാരണക്കാരായ മനുഷ്യരുടെ നന്മ ലോകം ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. അപകടത്തിലേറ്റ പരിക്കുകളുടെ ആഘാതത്തിൽ പലരും ഇന്നും ശസ്ത്രക്രിയകളും ചികിത്സകളുമായി ജീവിതത്തോട് പോരാടുകയാണ്. ടേബിൾ ടോപ്പിൽ നിന്ന് മാറാൻ റൺവേ വികസന പ്രവൃത്തികൾ തുടരുമ്പോഴും ആ ദുരന്ത രാത്രി ഏൽപ്പിച്ച മുറിവുകൾ കരിപ്പൂരിന്റെ മണ്ണിൽ ഇന്നും മായാതെ കിടക്കുന്നു. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.